ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ലങ്കൻ പേസർ അസിത ഫെർണാണ്ടോയുമായി വാക്പോരിലേർപ്പെട്ട ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന് ICCയുടെ കടുത്ത ശിക്ഷ ലഭിക്കാൻ സാധ്യത. 5 മത്സരങ്ങളിലെ വിലക്ക് മുതൽ ആജീവാനന്ദ വിലക്ക് വരെ ലഭിക്കാവുന്ന കുറ്റം ജയ്സ്വാൾ ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ. മത്സരത്തിൻ്റെ 17ാം ഓവറിലായിരുന്നു വിവാദ സംഭവങ്ങൾ അരങ്ങേറിയത്. പേസർ അസിത ഫെർണാണ്ടോയുടെ 3ാം പന്തും 4ാം പന്തും 5ാം പന്തും ജയ്സ്വാൾ ബൗണ്ടറി കടത്തി. തുടർച്ചയായി 3 ബൗണ്ടറി നേടിയതിന് പിന്നാലെ ഓവറിലെ അവസാന പന്തിൽ ജയ്സ്വാളിനെ ക്ലീൻ ബൗൾഡാക്കി അസിത ഫെർണാണ്ടോ തകർപ്പൻ തിരിച്ചുവരവാണ് നടത്തിയത്. ഇതിന് പിന്നാലെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. തുടർച്ചയായ 3 ബൗണ്ടറികൾ വഴങ്ങിയതിനു ശേഷം വിക്കറ്റ് നേടുമ്പോൾ സ്വാഭാവികമായും അസിത ഫെർണാണ്ടോയെ സംബന്ധിച്ച് അത് വൈകാരികമായിരുന്നു. വിക്കറ്റ് നഷ്ടമായി ജയ്സ്വാൾ മടങ്ങുമ്പോൾ അസിത ഫെർണാണ്ടോ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ എന്തോ സംസാരിച്ചു. ഇതോടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു തുടങ്ങിയിരുന്ന ജയ്സ്വാൾ തിരിച്ചു വരികയും ശ്രീലങ്കൻ ബൗളറോട് കയർക്കുകയുമായിരുന്നു. അസിതയും തിരിച്ചു കയർത്തപ്പോൾ തലകൊണ്ട് ജയ്സ്വാൾ ഇടിക്കാൻ ശ്രമിച്ചു. ഉടൻ സഹതാരങ്ങൾ ഇടപെട്ടാണ് രണ്ടുപേരെയും പിന്തിരിപ്പിച്ചത്. ക്രിക്കറ്റ് കളത്തിൽ ഇത്തരം സംഭവങ്ങൾ ചിലപ്പോഴെങ്കിലും കാണാറുണ്ടെങ്കിലും ജയ്സ്വാളിൽ നിന്ന് ഇത്തരം ഒരു പ്രതികരണം അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ജയ്സ്വാളും അസിത ഫെർണാണ്ടോയും തമ്മിലുള്ള വാക്പോരാട്ടം ഇതിനോടകം വലിയ ചർച്ചയായി കാണാറിയിട്ടുണ്ട്. ജയ്സ്വാളിനും അസിതക്കും ഇനി എന്ത് നടപടിയാണ് നേരിടേണ്ടി വരികയെന്നാണ് കണ്ടറിയേണ്ടത്. ICC നിയമം അനുസരിച്ച് ജയ്സ്വാളിൻ്റെത് ലെവൽ 4 കുറ്റത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ICC പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കിൾ 2.18 അനുസരിച്ച് ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ ഒരു കളിക്കാരൻ മറ്റൊരു താരം, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, അമ്പയർ അല്ലെങ്കിൽ മാച്ച് റഫറി അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിക്ക് നേരെ ശാരീരികമായി ആക്രമണം നടത്തുന്നത്, കളത്തിൽ വെച്ച് ആക്രമണ സ്വഭാവമുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ എന്നിവയെല്ലാം കടുത്ത ശിക്ഷ കിട്ടുന്ന പെരുമാറ്റമാണ്. ലെവൽ 4 കുറ്റങ്ങൾക്കുള്ള ശിക്ഷയായി കുറഞ്ഞത് 5 ടെസ്റ്റ്, 10 ഏകദിന മത്സരങ്ങളിലെ വിലക്ക് മുതൽ ആജീവാനന്ദ വിലക്ക് വരെ കിട്ടുമെന്ന് ICC നിയമങ്ങൾ പറയുന്നു. എന്നാൽ ജയ്സ്വാൾ തൻ്റെ ഹെൽമെറ്റ് കൊണ്ട് അസിതയുടെ തലയിൽ മുട്ടിയത് അനുചിത ശാരീരിക സമ്പർക്കമായി പരിഗണിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ 2.12 പ്രകാരം ലെവൽ 1 കുറ്റം മാത്രമാകും. ശാസന, മാച്ച് ഫീയുടെ 50% പിഴ, 1 അല്ലെങ്കിൽ 2 ഡീമെറിറ്റ് പോയിന്റ് എന്നിവയായിരിക്കും ഇന്ത്യൻ ഓപ്പണർക്കുള്ള ശിക്ഷ. ജയ്സ്വാളിന് സംഭവിച്ച പിഴവ് ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകനായ സുധാൻഷു കോട്ടക് രംഗത്തെത്തിയിട്ടുണ്ട്. ആ ബൗളർ എന്തോ പ്രകോപനപരമായി പറഞ്ഞതിനെ തുടർന്നാണ് അത്തരമൊരു വാക്കേറ്റം അവിടെ ഉണ്ടായത്. എന്നാൽ ജയ്സ്വാൾ ഒരിക്കലും ആ ബൗളറുടെ അത്രയും അടുത്തു പോകാൻ പാടില്ലായിരുന്നു. എന്നാൽ ആ സമയത്തെ വൈകാരികതയിൽ അത് സംഭവിച്ചു. മാന്യന്മാരുടെ കളി എന്ന വിശേഷമുള്ള ക്രിക്കറ്റിൽ ഇത് അംഗീകരിക്കാനാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകളും ഉണ്ട്. ശ്രീലങ്കൻ ബൗളിംഗ് പരിശീലകനായ റയൻ വാൻ നിക്കർക്കും ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചു. ഇതൊരു വലിയ ടെസ്റ്റ് മത്സരമാണ്. ഇന്ത്യയെ പോലൊരു ടീമിനെതിരെ കളിക്കുമ്പോൾ ചുമ്മാ പന്ത് മാത്രം എറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അവർക്ക് എപ്പോഴും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും അധികമായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഞാൻ ബൗളർമാരോട് പറഞ്ഞത് എന്തെങ്കിലും അധികമായി സൃഷ്ടിക്കാൻ ശ്രമിക്കണമെന്നാണ്. ആ വാക്കേറ്റമുണ്ടായത് വൈകാരികതയിലാണ്. ഇനി തീരുമാനിക്കേണ്ടത് മാച്ച് റഫറിയാണെന്നും റയാൻ പറയുന്നു. എന്തായാലും ജയ്സ്വാളിനെ സംബന്ധിച്ച് ഈ സംഭവം തിരിച്ചടിയെ മാറാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാം. ജയ്സ്വാളിൻ്റെ സമീപകാലത്തെ ടെസ്റ്റിലെ പ്രകടനങ്ങൾ അല്പം മോശമാണ്. അതുകൊണ്ട് തന്നെ താരത്തിന് മികവിലേക്കെത്താൻ സാധിക്കേണ്ടതുണ്ട്. ഇതിന് സാധിക്കാതെ പോകുന്നത് ജയ്സ്വാളിനെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അർദ്ധ സെഞ്ചുറി പ്രകടനത്തിലേക്കെത്താൻ ജയ്സ്വാളിന് കഴിയുന്നില്ല. കഴിഞ്ഞ കുറച്ച് മത്സരത്തിൽ KL രാഹുൽ ജയ്സ്വാൾ ഓപ്പണിംഗ് ക്ലിക്കാവുന്നില്ല. എന്തായാലും ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ്. തകർപ്പൻ ജയത്തോടെ പരമ്പര നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കേണ്ടതുണ്ട്. ആദ്യ ടെസ്റ്റ് ജയിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിൽ സമനില നേടിയാൽ പോലും പരമ്പര നേടാനാവും.